ഫ്രണ്ട്സ്, വെൽക്കം ടു ചിൻഡൂസ് വേൾഡ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണ്. ഡിഷല്ല, ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് ജിലേബിയാണ്. ജിലേബി ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. നമുക്ക് ബാക്കി വന്ന് ദോശമാവ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ജിലേബി തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് ദോശമാവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ദോശമാവ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ നമ്മൾ ദോശമാവിൻ്റെ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് ലൂസാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മൈദ ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം എത്ര മൈദയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന്. പിന്നെ നമ്മളിപ്പോൾ ഇഡ്ഡലി മാവാണ് എടുക്കുന്നതെങ്കിൽ അത് അത്യാവശ്യം തിക്നെസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് മൈദ ആഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. അത് അത്യാവശ്യം തിക്കായിട്ട് വരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഡ്ഡലി മാവാണെങ്കിൽ നമുക്ക് ഈ മൈദ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അത്യാവശ്യം തിക്കായിരിക്കും. അപ്പോൾ ഇത് ദോശമാവായതുകൊണ്ടാണ് ഞാൻ ഈ മാവ് ഇപ്പോൾ മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ 1/2 കപ്പ് മൈദ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു തിക്നെസ്സിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കുറേ തിക്കായി പോയാൽ ആരും പേടിക്കണ്ട, കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അതല്ല, ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈദ കൂടെ ആഡ് ചെയ്തിട്ട് ആ ഒരു തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ജിലേബി കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനിതിലേക്ക് ഫുഡ് കളർ കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ യെല്ലോ കളറിലെ ജിലേബിയാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് തീരെ ഫുഡ് കളർ ആഡ് ചെയ്യാൻ ഇഷ്ടമല്ല. പക്ഷേ ഇത് വീഡിയോ എടുക്കാനല്ലേ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ആഡ് ചെയ്യാം. പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. ഫുഡ് കളർ ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫുഡ് കളർ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്കോ. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഞാൻ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്കാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കവർ അതിൻ്റെ ഒരു എഡ്ജ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഫില്ല് ചെയ്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗ് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടി ഇതുപോലൊരു ഗ്ലാസ്സാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ബാറ്റർ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇത്രയും നമ്മൾ ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് നമുക്ക് നല്ല ടൈറ്റായിട്ടൊന്ന് റബ്ബർ ബാൻഡിട്ടോ ഒന്ന് ഫിറ്റ് വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യമേ തന്നെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം, ജിലേബിയുടെ ഷേപ്പിലാകുമോ എന്ന് അറിയാനായിട്ട്. എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്ക് ജിലേബി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 1 കപ്പ് പഞ്ചസാരയ്ക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഞാൻ ഓൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ഇവിടെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിവിടെ ഏലക്ക 2 എണ്ണം ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചസാരപ്പാനി ഒരു ഒറ്റനൂൽ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ കൈവച്ച് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് ക്രിസ്റ്റലായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫൈനലായിട്ട് കുറച്ച് ഫുഡ് കളർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, ഒട്ടും നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി.
നമുക്കിനി ദോശമാവ് ബാക്കി വരുവാണെങ്കിൽ ഇതുപോലുള്ള സ്വീറ്റ് റെസിപ്പീസ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ സിറപ്പൊക്കെ നന്നായിട്ട് പറ്റി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.